കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെടുന്ന തിരുവല്ല താലൂക്കിലെ പെരിങ്ങര പഞ്ചായത്തിൽ കൃഷിഭവൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. 10 വർഷം മുൻപ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കൃഷിഭവൻ പൊളിച്ചുമാറ്റി. പുതുതായി നിർമ്മിക്കേണ്ട കെട്ടിടത്തിന്റെ അടിത്തറ മാത്രം നിർമ്മിച്ച് പദ്ധതി നിലയ്ക്കുകയായിരുന്നു. ഈ സ്ഥലം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കൃഷിഭവൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. അപ്പർ കുട്ടനാടൻ മേഖല ഉൾപ്പെടുന്നതാണ് തിരുവല്ല നിയോജകമണ്ഡലം. ഈ മണ്ഡലത്തിലെ പടിഞ്ഞാറൻ മേഖലയിലൂടെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ നിത്യവൃത്തിയും അവരുടെ ജോലിയും മറ്റുമൊക്കെ കാർഷിക വൃത്തിയാണ്. ആ കാർഷിക വൃത്തിയെ പരിപോഷിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. ഒരു കൃഷിഭവനാണ് ഇത് കാണുന്നത്. അതായത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇത്. നിലവിൽ ഇവിടെ ഒരു കൃഷിഭവൻ ഉണ്ടായിരുന്നു. ആ കൃഷിഭവൻ ഇപ്പം പൊളിച്ചു പണിയ വെറും 4 തൂണുകൾക്ക് മാത്രമാണ്. ഇവിടുത്തെ വർഷകാലമായാലും വേനൽക്കാലമായാലും ഏറ്റവും കൂടുതൽ കൃഷിയുമായൊക്കെ ബന്ധപ്പെട്ട് ദൈനംദിന കർഷകരൊക്കെ ബന്ധപ്പെടേണ്ട സ്ഥലം ഇപ്പോൾ ഇങ്ങനെ ശോച്യാവസ്ഥയിലാണ്, കാടുമൂടി കിടക്കുന്നത്. ഇത് പെരിങ്ങര കൃഷിഭവനാണ്. അപ്പം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഡിവിഷൻ കൂടി ഉൾപ്പെടുന്ന, പുളിക്കൽ ഡിവിഷനിൽ ഉൾപ്പെടുന്ന അവിടുത്തെ കൗൺസിലർ കൂടിയായ സാമീപ്പനുണ്ട്. നമ്മുടെ എന്താണ് ഇതിന്റെ ഒരു കാരണം? ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് അതിനകത്ത് അപ്പർ കുട്ടനാടൻ പ്രദേശം എന്ന് പറയുന്നത് തിരുവല്ല നിയോജകമണ്ഡലമാണ്. ഈ തിരുവല്ല നിയോജകമണ്ഡലത്തിലെ പ്രത്യേകിച്ച് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയുടെ നെല്ലറ 60 മുതൽ 70% നെൽകൃഷി നടത്തുന്ന പാടശേഖരം ഉൾപ്പെട്ട പ്രദേശമാണ്. ഏറ്റവും വലിയ പഞ്ചായത്താണ് പെരിങ്ങര. ഈ പെരിങ്ങരയുടെ സ്വന്തമായി ഒരു കൃഷിഭവൻ വേണ്ടിയത് അനിവാര്യത മനസ്സിലാക്കി പെരിങ്ങര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 10 സെന്റ് സ്ഥലം ഈ കൃഷി ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത് ഒരു കെട്ടിടം പെരിങ്ങര ഗ്രാമപഞ്ചായത്തിന് ഞാൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് നിർമ്മിച്ച് ഇവിടെ കൃഷിഭവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് പ്രളയത്തിന് ശേഷം കേടുപാടുകൾ സംഭവിച്ച കൃഷി ഓഫീസിന് പകരം പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി 60 ലക്ഷം രൂപ ഇതിനു വേണ്ടി അനുവദിപ്പിച്ച് 60 ലക്ഷം രൂപ അനുവദിപ്പിച്ച് ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ തുടങ്ങി. ഇപ്പോഴേ ഈ കാലാവധി കഴിഞ്ഞ് നമ്മൾ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ കാലാവധി കഴിഞ്ഞു. ഈ അന്നത്തെ പഞ്ചായത്ത് സമിതി ഇത് പണിയുന്നതിന് വേണ്ട ക്രമീകരണം. പക്ഷേ കെട്ടിടം ഇവിടെ നിന്നത് പൊളിച്ചു മാറ്റിയതല്ലാതെ നിർമ്മാണ പ്രവർത്തനത്തിന് യാതൊരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളത്. ഇപ്പം പഴയ കെട്ടിടത്തിൽ കൃഷിഭവനോട് ഉണ്ടായിരുന്നു. അന്ന് കൃഷിക്കാർക്ക് വന്ന് അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഇടപെടലും അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ സൗകര്യം കുറച്ചുകൂടെ നല്ല നിലയിൽ ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയാണ് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്. അങ്ങനെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി ഇവിടെ കെട്ടിടം പണിതിട്ട് ഇങ്ങോട്ട് മാറാനുള്ള ക്രമീകരണത്തിന് ഇവിടെ ഈ വാടക കെട്ടിടത്തിൽ ഇരിക്കുന്ന കൃഷി ഓഫീസ് ഇപ്പൊ അവിടെ തന്നെ നിലനിൽക്കുന്നു. പുതിയ കെട്ടിടം എന്നത് സ്വപ്നമായി നിലനിൽക്കുകയാണ്. ഏതാണ്ട് 7 വർഷത്തോളമായി കെട്ടിടം പണി ഇന്ന് തുടങ്ങുന്ന നാളെ തുടങ്ങുന്ന പഴയ കെട്ടിടം പൊളിച്ച് അതിന്റെ ഫൗണ്ടേഷൻ വരെ എടുത്തു മാറ്റി. പക്ഷെ കെട്ടിടം പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇത് അതിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം, ഏറ്റവും അധികം കാർഷിക രംഗത്തെ പ്രാധാന്യമുള്ള പഞ്ചായത്താണ് പെരിങ്ങര ഗ്രാമപഞ്ചായത്ത്. ഞാൻ പറഞ്ഞാൽ 4000-ഓളം ഏക്കർ നെൽകൃഷി, അതുപോലെ നാളികേര കൃഷി, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള എല്ലാ കൃഷിയും നടത്തുന്ന പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ പഞ്ചായത്തായ പെരിങ്ങര കൃഷിഭവന് സ്വന്തമായി ഉണ്ടായിരുന്ന കൃഷിഭവൻ പൊളിച്ച് ഇപ്പൊ പുതിയ കൃഷിഭവൻ ഇല്ലാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. ഇവിടെ തെരുവുനായുടെ ശല്യവും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇടത്താവളമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. അതാണ് ഏറ്റവും വേദനയോടെ. ഇവിടുത്തെ ഇപ്പം പൊതുജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആശ്രയ കേന്ദ്രമായിരുന്നു ഇവിടുത്തെ കർഷകരുടെ കൃഷിഭവൻ. അത് പൊളിച്ചിട്ട് ഇപ്പൊ സാമൂഹ്യ വിരുദ്ധരുടെ കഞ്ചാവ് വിൽപ്പനയും അതുപോലെ മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ക്രമീകരണം, അതിന്റെ ചെറുപ്പക്കാരുടെ വലിയൊരു സങ്കേതമായി, അവരുടെ ഒരു കൂട്ടായ്മയ്ക്കുള്ള സ്ഥലമായി ഇത് മാറുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി പെരിങ്ങര കൃഷിഭവൻ പണിയുക എന്നുള്ള ആ സ്വപ്നം പൂർത്തീകരിക്കുവാൻ വേണ്ട ഇടപെടൽ പുതിയ MLA എടുക്കുക. ഞങ്ങൾ അതിനുള്ള ശ്രമകരമായ പ്രവർത്തനമായി മുമ്പോട്ട് നീങ്ങുന്നു. അതിന് MLA അതിനാവശ്യമായ ഇടപെടൽ നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ രംഗത്ത് ഞങ്ങളൊരു കൂട്ടായ ഇടപെടലിന് വേണ്ടി മുമ്പോട്ട് നീങ്ങുകയാണ്. അങ്ങനെ കാർഷിക ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളൊക്കെ നിരവധി പദ്ധതികളും പ്രോജക്റ്റുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അവരെ കാർഷിക മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുപോലുള്ള ഇടപെടലുകൾ അനിവാര്യമാണെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സാമീപ്പൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.